മോളെ എന്നോട് ക്ഷമിച്ചു എന്ന് പറ. അങ്ങനെ ക്ഷമിക്കാൻ പറ്റോ? ആന്റി, ഞാനിപ്പോ ആരാന്നറിയോ? ഈ മണ്ഡലത്തിലെ MLA. 2 ലക്ഷം ആൾക്കാരുടെ പ്രതിനിധി. കുറച്ചുകൂടി ബഹുമാനത്തോടെ വേണം എന്നോട് സംസാരിക്കാൻ. നീ മോളെ അങ്ങനെയുള്ള വിളിയൊന്നും വേണ്ട. മാഡം അല്ലെങ്കിൽ MLA, അതാണ് അതിന്റെ രീതി. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആന്റി എനിക്കാണോ വോട്ട് ചെയ്തത്? അല്ലല്ലോ. ആന്റിയുടെ പ്രഭകുഞ്ഞനല്ലേ? അപ്പൊ സ്വാതന്ത്ര്യം എടുക്കലൊക്കെ അവിടെ മതി. ദേവികേ, നീ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ ഒരു MLAയുടെ അധികാരം എന്തൊക്കെയാന്നറിയോ? ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ ആന്റിയുടെ വീട് ഉൾപ്പെടെ പൊക്കി മാറ്റും. ദേവി നിർത്ത. അമ്മ ഇതിൽ ഇടപെടണ്ട, ഞാനൊന്ന് സംസാരിക്കട്ടെ. ലോകത്തിലെ വേറെ ആരെ വെറുപ്പിച്ചാലും കുഴപ്പമില്ല. മുഖ്യമന്ത്രിയെ വെറുപ്പിക്കാം, DGPയെ വെറുപ്പിക്കാം, ഗുണ്ടകളെ വെറുപ്പിക്കാം, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു MLA വെറുപ്പിച്ച അതോടെ തീർന്നു, കഥ കഴിഞ്ഞു. എന്നോട് കാണിച്ചതും പറഞ്ഞതും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കായിരുന്നു, പകരം ചോദിക്കാൻ ഒരവസരത്തിനായിട്ട്. ആ അവസരം ഇതാ എത്തിയിരിക്കുക. എന്നോട് കാണിച്ചതിനൊക്കെ ഞാൻ ദാ ഇവിടെ വെച്ച് പകരം ചോദിക്കുക. ശരി, നീ കൂടെ നിക്കണം. അമ്മ ഇതിൽ ഇടപെടണ്ട. അല്ല, അയ്യോ ചേച്ചി, ആന്റി അടിക്കാൻ പോവാണോ? ആണെങ്കി മോളെ വേണ്ട. നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അടിക്കൊന്നും വേണ്ട, നമ്മുടെ ഭാർഗവിയെ അത്. വേണ്ട മോളെ വേണ്ട. മോളെ ഞാൻ ആന്റി പേടിച്ചു പോയോ? എന്റെ ആന്റി എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? എന്നെ മോളുടെ സ്ഥാനത്ത് കണ്ട് സംരക്ഷിച്ച ആളല്ലേ ആന്റി? അയ്യോ ആന്റി, വിഷമിക്കാതെ, ഞാനൊരു തമാശ കാണിച്ചതാ. ആന്റിയോടല്ലാതെ ഞാൻ വേറെ ആരോടാ ഇത്ര സ്വാതന്ത്ര്യം കാണിക്കുക? സത്യം പറഞ്ഞ ഞാനും വല്ലാതായി പോയി. ഭാർഗവി, കണ്ണു തുടയ്ക്ക്. ആന്റി, ചേച്ചി ഒരു കാര്യം ചെയ്. ഇത്രയും പറഞ്ഞിട്ട് ആന്റി കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ ചേച്ചി പോലീസിനെ വിളിക്കും. ഒരു MLAയുടെ അധികാരം എന്താന്ന് ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്ക്. ഒന്ന് പോടി അവിടുന്ന്. മോളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ തന്നെയാ മോളെ ജയിക്കേണ്ടത്. ഒരു ദേഷ്യമോ വാശിയോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാത്ത മോക്ക് ജനങ്ങളെ തുറന്ന് സ്നേഹിക്കാൻ പറ്റൂ. ദേ ആന്റി, MLA ആണ്, ഇത്രയും അടുത്ത് നിന്ന് സംസാരിക്കാൻ പാടില്ല. ഇതേ എന്റെ ദേവികയാ, ഓ എന്റെ മോളാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ MLA മന്ത്രിയൊക്കെ.